ഹേ ഗായ്സ്, വിഡോസ് ബേ. അതായത് ഈ വിഡോസ് ബേ എന്ന് പറഞ്ഞ ഈ പേര് തന്നെയാണ് നമ്മുടെ ഈ സ്റ്റോറി ഫുൾ നടക്കുന്ന ഐലാൻഡിൻ്റെ പേര്. പിന്നെ ആദ്യം തന്നെ പറയാം, അത് ഈ ഒരു ഐലാൻഡ് ഒരു കേഴ്സ്ഡ് ഐലാൻഡാണ്. ആ കേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐലാൻഡിൽ ജനിച്ച ആർക്കും അവിടെ നിന്ന് പുറത്തോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ പുറത്തുനിന്നുള്ള ആൾക്ക് വേണമെങ്കിൽ ഇവിടേക്ക് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാം, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാം, അവർക്ക് തിരിച്ച് പോവുകയും ചെയ്യാം. പക്ഷേ നിങ്ങൾ ഈ ഐലാൻഡിൽ ജനിച്ച ഒരാളാണെങ്കിൽ ഒരിക്കലും തിരിച്ചു പോകാൻ പറ്റില്ല. അത് മാത്രമല്ല, നിങ്ങൾ പുറത്തുനിന്ന് വന്ന് ഇവിടെയുള്ള ആയാലും കല്യാണം കഴിച്ച് നിങ്ങൾ കുട്ടി ഉണ്ടാവുകയും ആ കുട്ടി ഉണ്ടാകുന്ന ഈ ഐലാൻഡിൽ വെച്ചിട്ടാണെങ്കിൽ ഒരിക്കലും ആ കുട്ടിക്കും പുറത്തു പോകാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് പുറത്താവും. അതാണ് ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ലൈൻ. പിന്നെ ഈ സീരീസിനെ കുറിച്ച് ഒറ്റ വാക്കി പറഞ്ഞാൽ ഒന്നേ പറയാനുള്ളൂ, ഒരു അടിപൊളി ഐറ്റം. അതായത് കോമഡി, ഹൊറർ, സസ്പെൻസ്, ത്രില്ലർ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊരു സ്റ്റോറി, ഒരു സീരീസ് ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കും. അതാണ് കേട്ടോ ഈ ഒരു ഐറ്റം. അത്രയും ഒരു കിടിലൻ സ്റ്റോറിയാണ് ഇതിൻ്റെ. അതായത് നമ്മൾ ആദ്യം വിചാരിക്കും ഇതൊരു കോമഡി ഹൊററാണെന്നായിരിക്കും. പിന്നെ എപ്പിസോഡിൽ കഴിയുന്നവരും ഇതിൻ്റെ ഒരു ജോണർ മാറി 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 ഇങ്ങനെ ത്രില്ലർ, സസ്പെൻസ്, മിസ്റ്ററി അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് കൂട്ടിക്കലക്കി നമ്മളവിടെ അങ്ങോട്ട് പിടിച്ചിരുത്തി കളയും. അതായത് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോറി നമ്മൾ ഫുള്ള് ആ അറ്റ്മോസ്ഫിയർ ഫുള്ള് ഒരു ഡാർക്ക് ആയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് വെച്ചാൽ വെളിച്ചത്തിൻ്റെ സാന്നിധ്യം വളരെ കുറവാണ്. അതായത് ഒരു ഇവിൽ ഷെയ്ഡ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ടേക്ക് എടുത്തേക്കുന്നത്. പക്ഷേ അടിപൊളിയാണ്. നമ്മളൊന്ന് കണ്ടു 2-3 എപ്പിസോഡ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡ് എന്താണെന്ന് അറിയാനുള്ളൊരു ഈഗർനെസ് എന്തായാലും ഉണ്ടാവും. സീരീസിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. അതായത് ഒരു ആപ്പിൾ ടെലിവിഷൻ സീരീസാണത്. അതായത് 10 എപ്പിസോഡാണുള്ളത്. ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. ഒറ്റയടിക്ക് ബിഞ്ച് വാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഒട്ടും ബോറടിക്കാതെ നമുക്ക് കണ്ടു തീർക്കാം. പക്ഷേ ഇതൊരു വീര്യം കൂടിയ വൈൻ പോലെ, ഒരു പഴകിയ വൈൻ പോലെ പയ്യെ പയ്യെ കത്തി 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 നമ്മളെ ഹൈലി എൻഗേജ്ഡ് ആക്കുന്നതായിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഒട്ടും ക്ഷമയില്ലാത്ത ഒരാളാണെങ്കിൽ ദയവ് ചെയ്ത് കാണണ്ട. ഉറക്കഗുളിയാണെന്നൊക്കെ പറഞ്ഞ് വരാനൊക്കെ തോന്നും. കാരണം നിങ്ങൾ ഒരു സീരീസ് ഫുള്ള് കാണാൻ നമുക്ക് മനസ്സിലാവില്ല. കണ്ട് സീരീസ് അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. തുടക്കം കണ്ട് ചിലപ്പോൾ ഓരോ സീരീസിനും ഓരോരോ മെത്തേഡ് ഉണ്ടാവും. നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള സീരീസ് പോലെ ആയിരിക്കില്ല. ഒറ്റയടിക്ക് തുടക്കത്തിൽ നിന്ന് തന്നെ ആൾ കത്തിച്ചാണ് അങ്ങനെ ആയിട്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങൾ ഒട്ടും ക്ഷമയില്ലാത്ത ആളാണെങ്കിൽ എന്തായാലും കാണണ്ട. അതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. കാരണം ആദ്യത്തെ 3 എപ്പിസോഡുകൾ എന്ന് പറഞ്ഞത് ഈ ഐലാൻഡിനെ പറ്റിയും അവിടുത്തെ ക്യാരക്ടേഴ്സിനെ പറ്റിയും പിന്നെ നമ്മുടെ ഇതിനകത്ത് നായകനെ മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന ടോം എന്ന് പറയുന്ന അവിടുത്തെ മേയർ. ചെറിയൊരു ഐലാൻഡാണ്, വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനൊരു മേയർ ഉണ്ട്. പക്ഷേ മേയർക്കും പിന്നെ അവിടെ ഷെരീഫ് ഉണ്ട്. ആകെ പോലീസ് സ്റ്റേഷനിൽ ആകെ 2 പേര് മാത്രമേ ഉണ്ടാവും. കാരണം വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ള ആളുകൾ വെച്ചിട്ട് കാര്യങ്ങൾ നടത്താനേ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കാണാം, ഈ മേയറിൻ്റെ ഓഫീസിൽ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ വളരെ പ്രായമുള്ള ആൾക്കാർ, പിന്നെ നമ്മളൊന്നും പറഞ്ഞാൽ മനസ്സിലായത് വളരെ പഴയ ആൾക്കാരൊക്കെ ആയിരിക്കും. കാരണം അവിടെ അതേ ഉള്ളൂ. ഇപ്പം നമ്മളൊരു സിറ്റിയിലൊക്കെ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ഹയർ ചെയ്യാം, നമുക്ക് ഇൻ്റർവ്യൂവിനകത്ത് ഹയർ ചെയ്യാം. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ മേയർക്ക് പ്രത്യേകിച്ച് പവറൊന്നുമില്ല. പുള്ളി ഒരു ജോലി ചെയ്യുന്ന പോലെ അത് ചെയ്തു പോകുന്നതല്ലാതെ പുള്ളി പറയുന്നത്. അപ്പോൾ അത് മാത്രമല്ല, പുള്ളീനെ ആരും അത്രത്തോളം ഗൗനിക്കുന്നുമില്ല. കാരണം ഇവിടെ എന്തൊക്കെ പണ്ട് നടന്നിട്ടുണ്ടെന്ന് ഇവിടുത്തെ ആൾക്കാർക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്നറിയുന്നതുകൊണ്ട് അവിടെ തന്നെ ജീവിച്ച് തീർക്കാം എന്നുള്ള രീതിയിലാണ് ഇവർ ജീവിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 3 എപ്പിസോഡുകൾ ഇങ്ങനെയാണ് പോകുന്നത്. ഇച്ചിരി ഒരു സ്ലോ പേസിനകത്ത് പോയി ക്യാരക്ടേഴ്സിനെ മനസ്സിലാക്കി. പക്ഷേ എല്ലാവർക്കും ബോറായിട്ടല്ല ഞാൻ പറഞ്ഞ സ്ലോ ആയിട്ട് തോന്നില്ല. പക്ഷേ എനിക്കങ്ങനെ തോന്നിയില്ല. പക്ഷേ എനിക്കറിയാം ഓരോരുത്തരും എങ്ങനെയാണ് സീരീസ് കാണുന്നത്. അങ്ങനെ ആ മെൻറ്റാലിറ്റി എനിക്കറിയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങളൊരു ഒട്ടും പേഷ്യൻസ് ഇല്ലാത്ത ആളാണെങ്കിൽ ഇത് കാണണ്ട, വേറെ ഏതെങ്കിലും സീരീസ് കണ്ടോ. പക്ഷേ നിങ്ങൾക്കൊരു ഇത് നിങ്ങൾക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും ലഭിക്കുന്നത്. ആദ്യത്തെ 3 എപ്പിസോഡുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ക്യാരക്ടേഴ്സ്, ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ, ഈ ഐലാൻഡിൻ്റെ നിഗൂഢത ഇതൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു 3 എപ്പിസോഡ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമഡി ഹൊറർ കാറ്റഗറി ആയിട്ടാണ്. അതിനകത്ത് നായകൻ തന്നെ ടോം ലോഫ്റ്റിസ് എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിയാണ് ഞാൻ പറഞ്ഞ ഈ ഐലാൻഡിൻ്റെ മേയർ. പിന്നെ പാട്രിഷ. ഇവർ രണ്ടുപേരാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. അതായത് ഈ കോമഡി ഹൊറർ കൈകാര്യം ചെയ്യുന്നതിൽ ഇവർ കിടിലൻ പെർഫോമൻസാണ് കാഴ്ചത്. അപ്പോൾ അവരിലൂടെയാണ് ആ 3 എപ്പിസോഡുകളും. പിന്നെ 4-5 എപ്പിസോഡ് പാട്രിഷയുടെ ഒരു ബാക്ക് സ്റ്റോറി അല്ല, പുള്ളിക്കാരി കുറച്ച് വിയേഡായിട്ടുള്ള ക്യാരക്ടറാണ് നമുക്ക് ആദ്യം തോന്നും. പക്ഷേ പിന്നീട് നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ക്യാരക്ടറായി മാറുന്ന ഒരു ട്രാൻസ്ഫോർമേഷനൊക്കെ ഉണ്ട് അടുത്ത വരുന്ന എപ്പിസോഡുകൾ. അപ്പോൾ ഈ 3 എപ്പിസോഡുകൾ ഒരു കോമഡി ഹൊററായിട്ട് പോയിട്ട് അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു ജമ്പാണ്, ഒരു ട്രാൻസ്ഫോർമേഷൻ. അതൊരു മിസ്റ്ററി സീരീസിലോട്ട് പോകും. പിന്നെ അവിടെ നിന്നൊരു ത്രില്ലർ സീരീസിലോട്ട്, സസ്പെൻസിലോട്ട്, അങ്ങനെ അങ്ങനെ മാറി മാറി ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു പോക്കാണ് ബാക്കി നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ അല്പം ക്ഷമയോടെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു കിടിലൻ അനുഭവം നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ ഇതിലെ മെയിൻ ക്യാരക്ടറാണ് ടോം ലോഫ്റ്റിസ്. അതായത് ഞാൻ പറഞ്ഞ നമ്മുടെ മേയർ. പുള്ളിയിലൂടെയാണ് ഈ കഥ പോകുന്നത്. പുള്ളിനെ ആദ്യം കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഈ ഐലാൻഡിനെ ഒരുപാട് ഡെവലപ്പ് ചെയ്യാനായിട്ട് പുള്ളിക്കാരൻ ഒരുപാട് ശ്രമിക്കുന്നത് നമുക്ക് കാണാം. പക്ഷേ ഒരു ലോലനായിട്ടുള്ള ക്യാരക്ടറാണ് പുള്ളിക്കാരൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ മേയറാണെങ്കിലും സിറ്റിയുടെ ഷെരീഫാണെങ്കിലും നിങ്ങളൊരു പോലീസുകാരനാണെങ്കിലും, പോലീസുകാരൻ എന്നൊക്കെ പറയാൻ പറ്റില്ല. കാരണം ആകെ സ്റ്റേഷനിൽ 2 പേരുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, അവിടെ ആളുകളേ ഇല്ല, വളരെ നിസ്സാരം ആളുകളുള്ളൂ. അപ്പോൾ അവരെ വെച്ചിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ലേ, മേയറിനൊന്നും ഒരു പ്രത്യേകിച്ച് അതോറിറ്റി ഒന്നുമില്ല. ജസ്റ്റ് ഒരു ജോലി ചെയ്യുന്ന പോലെ ചെയ്ത് പോകാന്നുള്ളൂ. അത് മാത്രമല്ല, പുള്ളിക്കൊരു ഓറ ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കൊരു സ്ട്രെങ്തോ ആൾക്കാരെ കമാൻഡ് ചെയ്ത് നിർത്താനുള്ളോ അങ്ങനത്തെ ഒരു ടൈപ്പ് ആളല്ല. പക്ഷേ പിന്നീട് പുള്ളിയുടെ ക്യാരക്ടറിന് ഒരു റിഡംഷൻ ലഭിച്ചൊരു ഇമ്പ്രൂവ്മെൻറ്റും എല്ലാ കാര്യങ്ങളും പിന്നീട് സംഭവിക്കുന്നുണ്ട്. അതൊക്കെയാണ് ഞാൻ പറഞ്ഞില്ലേ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്.
അപ്പോൾ പുള്ളി എന്താണ് ശ്രമിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഐലാൻഡിനെ ഇതിനെ ഡെവലപ്പ് ചെയ്തത് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇവിടെ ഉള്ള റിസോഴ്സസ് വെച്ചിട്ട് ചെയ്യുന്നതിന് എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അപ്പോൾ പുറത്തുനിന്നുള്ള ആൾക്കാർ, അതായത് മെയിൻ ലാൻഡിൽ, ഇതൊരു ഇംഗ്ലണ്ടിൻ്റെ ഭാഗമായിട്ടുള്ള ഐലാൻഡ് എന്നാണ് ഇതിനകത്ത് പറയുന്നത്, ഒരു ഫിക്ഷണലാണ് ശരിക്കുള്ളതല്ല. അപ്പോൾ ഇംഗ്ലണ്ടിലെ മെയിൻ ലാൻഡിലുള്ള ഒരു വലിയൊരു ചാനലിനകത്ത് ആളെ കൊണ്ടുവന്ന്, ഒരു റിപ്പോർട്ടറിനെ കൊണ്ടുവന്നിട്ട് ഇതിനെ അഡ്വർടൈസ് ചെയ്യാൻ, ഈ ഒരു ഐലാൻഡിനെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് അഡ്വർടൈസ് ചെയ്യാനായിട്ട് പുള്ളിക്കാരൻ ഈ എപ്പിസോഡിൻ്റെ 1 മുതൽ പുള്ളിക്കാരൻ ശ്രമിക്കുന്നുണ്ട്. അതൊരു മാഗസീൻ ഇറക്കിയിട്ട് അതിനകത്ത് ആ മാഗസീനിൽ ഈ ഐലാൻഡിനെ കുറിച്ചൊരു അടിപൊളി ടൂറിസ്റ്റ് കേന്ദ്രമാണ് അങ്ങനെ എഴുതിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ ഇത്രയും ഹാർഡായിട്ട് ഈ ഐലാൻഡ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന നമ്മൾ വിചാരിക്കും പുള്ളിക്ക് ഇവിടുത്തെ ബാക്ക് സ്റ്റോറിയിലോ ഹിസ്റ്ററീസിലോ ഇവിടെ നടന്നു എന്ന് പറയുന്ന കാനിബിലിസം, അതായത് വെച്ച് കഴിഞ്ഞാൽ കൂട്ടക്കൊലയൊക്കെ നടന്നിട്ടുണ്ട്, ആൾക്കാരെ തിന്നുന്ന കാര്യങ്ങൾ, ബലി കൊടുക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും പുള്ളിക്ക് ഇതിനകത്തൊന്നും വിശ്വാസമില്ല, ഇങ്ങനത്തെ സൂപ്പർസ്റ്റിഷൻ, ഇതൊക്കെ ജസ്റ്റ് സൂപ്പർസ്റ്റിഷൻ ആണെന്നാണ് പുള്ളി വിചാരിക്കുന്നത്, അങ്ങനത്തെ ഒരു ക്യാരക്ടർ എന്ന് വിചാരിക്കും. പക്ഷേ കഥ ഓരോ എപ്പിസോഡുകൾ കഴിഞ്ഞ് പോകുന്നവർ നമുക്ക് മനസ്സിലാവും പുള്ളിക്ക് ഇത് ഓൾറെഡി അറിയാം, ഇവിടെ ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്, ഇതെല്ലാം ഒറിജിനലാണെന്ന് അറിയാം. പക്ഷേ പുള്ളിക്ക് ജസ്റ്റ് അത് വിശ്വസിക്കേണ്ട, അങ്ങനെ വിശ്വസിക്കാൻ താല്പര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ മകൻ ജനിച്ചത് ഈ ഐലാൻഡിലാണ്. അപ്പോൾ പുള്ളിയുടെ മകൻ ഒരിക്കലും ഇവിടുന്ന് പുറത്ത് പോകാൻ പറ്റില്ല എന്നറിയാം. പക്ഷേ പുള്ളിയുടെ മകന് എപ്പോഴും ഇവിടുന്ന് പുറത്ത് പോകണം, ഈ ഐലാൻഡിൽ, നശിച്ച ഐലാൻഡിൽ. അതായത് ഇവിടെ മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൊബൈൽ നെറ്റ്വർക്ക് ഇല്ല, ലാൻഡ് ലൈൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ പുള്ളിയുടെ മോന് ഇത് ഓൾറെഡി ബോറടിച്ച് തുടങ്ങി, എത്രയും പെട്ടെന്ന് ഇവിടെ പോകണം എന്നാണ്. പക്ഷേ ഇവൻ ടോം ലോഫ്റ്റിസ്, അതായത് മേയർ, പുള്ളിയുടെ അച്ഛൻ സമ്മതിക്കുന്നില്ല ഇവിടുന്ന് പോകാനായിട്ട്. പുള്ളി എന്തുകൊണ്ടാണ് സമ്മതിക്കാത്തത് എന്നുള്ള കാര്യം ഇതുവരെ മോൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. മോൻ ഇവിടെ ജനിച്ചുകൊണ്ട് ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റില്ല എന്നുള്ള സീക്രട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ അതൊക്കെ വളരെ രസകരമായിട്ട് അവതരിപ്പിച്ച് പോകുന്നുണ്ട്. അപ്പോൾ പുള്ളിയുടെ മോന് ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പുള്ളിയുടെ മകന് വേണ്ടിയിട്ട് ഇതെല്ലാം സൂപ്പറായിട്ട് ഡെവലപ്പ് ചെയ്ത് ഇവിടെ തന്നെ പുള്ളിയുടെ മകന് വേണ്ട എല്ലാ കാര്യങ്ങളും എല്ലാം പുള്ളിയുടെ മോന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ടാണ് പുള്ളിക്കാരൻ ശ്രമിച്ചത്. അത് പുള്ളിക്കാരൻ ശരിക്കും ഒരു സെൽഫിഷ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. പക്ഷേ പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, സ്റ്റോറി പോകുന്നതോറും പുള്ളിക്കാരൻ ഇൻട്രസ്റ്റിംഗ് ആയി മാറി, അടിപൊളിയായി മാറുന്നുണ്ട്. പിന്നെ അടുത്ത മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പാട്രിഷ്യ എന്ന് പറയുന്നതാണ്. എനിക്ക് തോന്നുന്നു സീരീസിൻ്റെ അവസാനമൊക്കെ നമുക്ക് എല്ലാവരും ഫേവറേറ്റ് ഒരു ക്യാരക്ടർ പാട്രിഷ്യ ആയിരിക്കും. പാട്രിഷ്യയുടെ തുടക്കത്തിൽ കാണിക്കുമ്പോൾ അതിന് ശേഷം ഇച്ചിരി വിയേർഡ് ആയിട്ടുള്ള, അത് മേയറിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് പുള്ളിക്കാരി. ഇതിൻ്റെ മെയിൻ എല്ലാം ഇതിൻ്റെ സോൾ എന്നൊക്കെ പറയാനായിട്ട് പുള്ളിക്കാരി തന്നെയാണ് റിലേ ചെയ്യുന്നത്. കാര്യം മെയിൻ കഥാപാത്രമായിട്ട് നമ്മുടെ ടോം ലോഫ്റ്റിസ് മേയറാണ് പോകുന്നതെങ്കിലും പുള്ളിക്കാരിക്കും അതേപോലെ തന്നെ ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ സീരീസിനകത്ത്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അതായത് മിക്ക ക്യാരക്ടേഴ്സിൻ്റെ ബാക്ക് സ്റ്റോറി എന്ന് പറഞ്ഞാൽ നമ്മളെ ബോറടിപ്പിക്കുന്ന കഥയല്ല, അതെല്ലാം ഹൊററാണ് ഉണ്ടാവും. അത് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കണം. അത് പുള്ളിക്കാരി ടീനേജ് കളയുന്ന സമയത്ത് ഒരു ബൂഗിമാൻ എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരുണ്ട്, പുള്ളിയെ ആർക്കും കൊല്ലാൻ പറ്റില്ല, അങ്ങനെയൊക്കെയാണ് വിശ്വാസം. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം വന്ന് പുള്ളിക്കാരിയുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരെയും കൊന്നു, അതായത് 5-6 ഗേൾസിനെ കൊന്നു കളഞ്ഞു. പക്ഷേ പുള്ളിക്കാരി മാത്രം ഒളിച്ചിരുന്നുകൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ള ഒരു കഥ പോലെ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ പുള്ളിക്കാരിയുടെ ഒപ്പം ഉണ്ടായിരുന്ന വേറെ ആൾക്കാർ വിശ്വസിക്കുന്നത്, വേറെ പുള്ളിക്കാരുടെ കൂട്ടുകാരുള്ള, പുള്ളിക്കാരുടെ സെയിം ഏജിലുള്ള ആൾക്കാർക്ക് വിശ്വസിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരാളെ വന്നിട്ടില്ല. പുള്ളിക്കാരിക്ക് എന്തോ തലയ്ക്ക് പ്രശ്നമുള്ളത്, അതായത് പാട്രിഷ്യയ്ക്ക് എന്തോ മാനസികമായിട്ട് പ്രശ്നമുള്ളതുകൊണ്ട് പുള്ളിക്കാരി തന്നെ കൊന്നതാണെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരനെല്ലാം ഒരു ഔട്ട്കാസ്റ്റ് ആയിട്ടാണ് ഈ സീരീസിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ചെറിയ വിയേർഡ് ക്യാരക്ടറായിട്ട് ശരിക്കും നമ്മൾ ശരിക്കും പുള്ളിക്കാരി ഒരു സൈക്കോ ആണോ എന്നൊക്കെ പറിച്ചു അങ്ങനെ തുടങ്ങും. പക്ഷേ പിന്നീട് പുള്ളിക്കാരിയുടെയും ക്യാരക്ടറിന് ഒരു റിഡംഷൻ കിട്ടുന്നുണ്ട്. ഈ പറഞ്ഞ ഇതെല്ലാം പുള്ളിക്കാരിയുടെ പുറത്ത് എന്താണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു ചാൻസും എല്ലാം കിട്ടുന്നുണ്ട്. അങ്ങനെ ഈ 2 ക്യാരക്ടേഴ്സിലൂടെ ഈ സീരീസ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നുണ്ട്. നമ്മുടെ ടോമിൻ്റെ ഈ ഐലൻഡ് ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും എതിർത്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് വിക്ക് എന്ന് പറയുന്നത്. വിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഐലൻഡിലെ ഒറിജിനൽ റെസിഡൻ്റാണ്. പുള്ളി ജനിച്ചതും വളർന്നതും എല്ലാം അവിടെ തന്നെയാണ്. പുള്ളിക്ക് ഏകദേശം 60 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ മേയർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നതിനേക്കാളും കൂടുതൽ വിക്ക് പറയുന്ന ആൾക്കാരനുസരിക്കും. ഞാൻ പറഞ്ഞല്ലോ, മേയർക്ക് പ്രത്യേകിച്ച് പവറൊന്നുമില്ല, മാത്രമല്ല പുള്ളിക്കാരൻ ഒരു ഔട്ട്സൈഡറാണ്. അപ്പോൾ നമ്മൾ തന്നെ ഒരു വീട് വിറ്റ് വേറെ സ്ഥലത്തേക്ക് പോയി നമ്മളൊരു ഔട്ട്സൈഡറായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ അതേ സിറ്റുവേഷനാണ് നമ്മുടെ മേയർക്ക് ഇവിടെയുള്ളത്, ടോമിനുള്ളത്. അപ്പോൾ വിക്ക് പറയുന്നത് കേൾക്കും. അപ്പോൾ വിക്ക് പറയും, എന്നാൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യും, നീ പറഞ്ഞല്ലോ ഇതൊന്നും വിശ്വസിക്കുന്നില്ല, നീ പുറത്തുനിന്ന് ആൾക്കാരെ ടൂറിസ്റ്റുകളെ കൊണ്ടുവന്ന് അവരെയും കൂടി കൊലക്കി കൊടുക്കാമാണ്. അപ്പോൾ ആദ്യം നീ തന്നെ സ്വയം ടെസ്റ്റ് ചെയ്യും. നീ ഇവിടുത്തെ ഒരു സ്യൂട്ട് റൂമുണ്ട്, ഇവിടുത്തെ ഒരു ഹോട്ടലിനകത്ത് സ്യൂട്ട് റൂമുണ്ട്, അവിടെ പോയി രാത്രി ഒരു ദിവസം താമസിച്ചിട്ട് ഒരു വീഡിയോ എടുത്ത് അയക്കാൻ പറയും. എന്നാൽ ഞങ്ങൾ വിശ്വസിക്കാം, എന്നാൽ പിന്നെ ഞാൻ എതിരേൽക്കില്ല എന്ന് പറയും. അത് നമ്മുടെ ഇൻഗോസിലെ അതിനകത്ത് അവരുടെ ബംഗ്ലാവിനകത്ത് പ്രേതമൊന്നുമില്ല എന്ന് തോന്നിക്കാനായിട്ട് അവരോട് പോയി താമസിക്കുന്നത് അതേ സെയിം സിനാരിയോ. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളുണ്ട്, അത് അടിപൊളിയാണ്. അതായത് ഹൊററിൻ്റെ ഒപ്പം തന്നെ കോമഡി മിക്സ് ചെയ്തിട്ടുള്ള സംഭവമാണ്. അതെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, അതായത് ഈ ഐലാൻഡിൽ ജനിച്ച ആർക്കും പുറത്തോട്ട് പോകാൻ പറ്റില്ല. അത് മാത്രമല്ല ബൂഗിമാൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറുണ്ട്, അതിനെ കൊല്ലാൻ പറ്റില്ല. അത് മാത്രമല്ല ഒരുപാട് ഹൊറേഴ്സ് ഓരോ ദിവസം കഴിയുന്നവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1700 ഈ ഐലാൻഡ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചതിൻ്റെ ഫൗണ്ടർ എന്ന് പറഞ്ഞ റിച്ചാർഡ് വാരൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. പുള്ളിക്കാരൻ ഈ ഐലാൻഡിലോട്ട് ആദ്യമായിട്ട് വന്ന പുള്ളിക്കാരൻ എന്തോ പുതിയ സംഭവം കണ്ടുപിടിച്ചു എന്നുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് വന്നത്. പുള്ളിയുടെ മക്കളെയും ഭാര്യയും എല്ലാവരും കൂട്ടിയിട്ടാണ് വന്നത്. പുള്ളി ഇവിടെ വന്ന് കയറുന്ന സമയത്ത് ഇവിടെ ഫുഡോ ഒന്നുമില്ല, അസുഖങ്ങൾ വ്യാപിക്കുന്നു, പിന്നെ ഫ്ലഡ്, അങ്ങനെ എല്ലാം കൂടി നിൽക്കുന്ന സമയത്ത്
ഒരു മൂമെൻറ്റിനകത്ത് പുള്ളിക്കാരൻ ഒരു ഇവിൽ ഫോഴ്സ് ആയിട്ടൊരു ക്യാബിനറ്റ് ഉണ്ടാക്കി, ഒരു ഉടമ്പടി ഉണ്ടാക്കി. അപ്പോൾ അവിടെ നിന്നാണ് ഇതിൻ്റെ എല്ലാം തുടക്കം. ആ ഉടമ്പടി പ്രകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐലൻഡിലെ എല്ലാ പ്രശ്നങ്ങളും ഈ ഇവിൽ ബീയിങ് തീർക്കും. പക്ഷേ ആ ഉടമ്പടി അവസാനിക്കില്ല. അതിനെന്താ ചെയ്യേണ്ടത്, ആ ഉടമ്പടി എന്താണ് ഇൻ റിട്ടേൺ, ഇതെല്ലാം ശരിയാകുന്നില്ല. ഐലാൻഡിലെ പ്രശ്നങ്ങളെല്ലാം തീർക്കുന്നതിന് പകരം എന്താണ് തിരിച്ചു കൊടുക്കേണ്ടതെന്ന് നിങ്ങൾ കണ്ടു തന്നെ അറിയണം, അല്ലെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് പോകും. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ ഉടമ്പടി എങ്ങനെയാണ് അവസാനിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിച്ചാർഡ് വാരൻ്റെ ബ്ലഡ് ലൈനിലുള്ള എല്ലാവരും അവസാനിക്കണം. അവരെല്ലാം മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ ഉടമ്പടി അവസാനിക്കുകയുള്ളൂ. പിന്നെ ഏറ്റവും ഒരു ത്രില്ലിംഗ് ഫാക്ടറാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലഡ് ലൈൻ കണ്ടുപിടിക്കാൻ വേണ്ടി പോയത്, ഏറ്റവും അവസാനത്തെ ബ്ലഡ് ലൈനിലുള്ള ആരാണെന്നുള്ള കണ്ടുപിടിക്കാൻ പോകുന്നത്, ആ പോകുന്ന മൂവിൻ്റെയൊക്കെ ഈ സീരീസ് ഒരു ത്രില്ലിംഗ് എലമെൻറ്റിൽ അങ്ങനെ ഒരു ഫാക്ടറിലൂടെയാണ് പോകുന്നത്. ആ സമയത്തൊക്കെ അടിപൊളിയാണ്. അവിടെ വെച്ച് നമുക്ക് ഒരിക്കലും നിർത്താൻ പറ്റില്ല. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഈ ബ്ലഡ് ലൈൻ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന പരിപാടി. പിന്നെ വേറെ സംബന്ധിച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ മരിച്ചിട്ടില്ല, അതും ഞാൻ പറയണം. അത് നിങ്ങളുടെ ആ സമയത്ത് ഒരിക്കലും ബാധിക്കില്ല. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഐ വിൽ ബീയിങ് ആയിട്ട് പുള്ളിക്കാരൻ ഒരു ഉടമ്പടി ഉണ്ടാക്കിയതുകൊണ്ട് പുള്ളിക്കാരൻ ഒരിക്കലും മരിക്കും. എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐലാൻഡിൻ്റെ ഞാൻ പറഞ്ഞ ഇതിനോട് പുറത്തോട്ട് കിടക്കാനായിട്ടൊരു ലൈൻ ഉണ്ട്. ആ ലൈൻ ക്രോസ് ചെയ്താൽ മാത്രമേ പുള്ളിക്കാരൻ മരിക്കുള്ളൂ. അപ്പോൾ പുള്ളി ഇതിന് വേണ്ടി ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് പുള്ളീനെ ശല്യം സഹിക്കാൻ വയ്യാതെ അവിടത്തെയുള്ള ആൾക്കാർ പുള്ളീനെ ഒരു സ്ഥലത്ത് കുഴിച്ചു മൂടിയിട്ടു 300 വർഷങ്ങളായിട്ട്. അതൊക്കെ ആ പുള്ളിനെ കണ്ടുപിടിക്കുന്ന ഭാഗം എല്ലാം വളരെ എക്സൈറ്റിംഗ് ആണ്. പിന്നെ ഇതിൻ്റെ ലാസ്റ്റിലെ ഒരു അൾട്ടിമേറ്റ് റിയലൈസേഷൻ ഉണ്ട്. അതൊക്കെ പറയാൻ പറ്റില്ല, പറഞ്ഞാൽ പറ്റില്ല. നിങ്ങൾ സീരീസ് കാണേണ്ടിയില്ല. അപ്പോൾ നിങ്ങൾ കണ്ടു തന്നെ അറിയാം. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സീരീസ് കാണാൻ പോകുന്ന ഒരാളാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പേഷ്യൻസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഒരിക്കലും കാണരുത്. പക്ഷേ നിങ്ങളിതൊന്ന് കണ്ട് ഇതിനകത്തൊരു ഹുക്തായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിത് തീരാണ്ട് നിർത്തില്ല. വെറും 10 എപ്പിസോഡുകൾ നിങ്ങൾക്ക് ജസ്റ്റ് ബിഞ്ച് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരായിട്ടാണ്. നിങ്ങൾ ഈ സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. സ്പോയിലർ ഇല്ലാതെ കമൻറ്റ് ചെയ്യുക. ബൈ.